എടാ അവനെ പോലെ തന്നെ നീ ആയാലോ? സംഭവിക്കാതെ സംഭവിച്ചു, ഇനി അത് വിട്. ആര് മറക്കും? ഞാൻ മറക്കൂല. നിങ്ങളൊക്കെ മറന്നാലും എൻ്റെ ഹൃദയത്തിലേറ്റ ഏറ്റവും വലിയ മുറിവാണിത്. ഇതൊരിക്കലും ഞാൻ മറക്കൂല. യവനെ ഈ പോലീസിൽ നിന്ന് എടുത്ത് കളഞ്ഞിറങ്ങി നോക്കിക്കോ അമ്മാവ. പരാതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നീ നോക്കിക്കോ. നീ ജോലിയിലിരിക്കില്ല. വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്ക് കൊടുക്കണ്ടേ? നിന്നെ ഞാൻ നിന്റെ തൊപ്പി അഴിപ്പിച്ച് വെക്കും. അത് തൊപ്പി അഴിക്കാതെ അത് പിന്നീടുള്ള കാര്യം. നീ ആദ്യം കേസ് കൊടുക്കുന്നത് എന്റെ ആവശ്യം കൂടെയാണ്. എനിക്കറിയണം ആരാണ് നിന്നെ അടിച്ചതെന്ന്. എന്തളിയാ? ഓ സന്തോഷ വർത്തമാനം പറയാനാണ് വിളിച്ചത്. പറ. രാത്രി ഒരു ഉഗ്രം പണി കൊടുത്തിട്ടുണ്ട്. അളിയ നമ്മളെ തൊട്ടാ നമ്മൾ നോക്കിയിരിക്കും. അളിയ നടരാജന്റെ ആൾക്കാരില്ലേ, അവന്റെ വീട്ടിൽ ഇട്ടേന്റെ പണി കൊടുത്തിട്ടുണ്ട്, വീട്ടുമുറ്റത്ത് ഇട്ടേന്റെ പണി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. പറഞ്ഞേക്ക് നമ്മളെ തൊട്ടാ നമ്മൾ നോക്കിയിരിക്കില്ല. മനസ്സിലാവല്ലോ? അതെ, മാമൻ അവസാനമായിട്ട് പറയാ, നീ ഇതോടെ മറന്നേക്ക്. നീ കേസിനും കൂട്ടത്തിനും ഒന്നും പോണ്ട. അമ്മാനെപ്പോലൊരു മുതിർന്ന ആൾ പറയുമ്പോൾ ഞാനത് അനുസരിക്കാതിരുന്ന അത് ധിക്കാരമായി പോകും. അതുകൊണ്ട് തൽക്കാലം ഈ കേസ് ഞാൻ പിൻവലിച്ചിരിക്കണം. എനിക്ക് പരാതിയില്ല. വേണം, നീ പരാതി കൊടുക്കണം. അതെ, എനിക്ക് പരാതിയില്ല. നീ പരാതി കൊടുക്കും. നീ എന്തിനാ എനിക്ക് അങ്ങനെ ഒരു ത്യാഗം ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ഉള്ളിലൊരു നല്ല മനസ്സുണ്ട്. ആ മനസ്സ് പറയണത് നീ അവനോട് ക്ഷമിച്ചേരാ. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. നീ എന്നോട് ക്ഷമിക്കണ്ട. ഈ പറഞ്ഞ ഈ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പെങ്ങൾക്കും ഈ മോക്കും ഈ അമ്മാവനൊക്കെ ഞാൻ കുറ്റക്കാരനാണ്. അത് അല്ലാന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ പരാതി കൊടുക്കണം. നീ ക്ഷമിക്കരുത്. നീ കേസ് കൊടുക്കുക. നാളെ രാവിലെ നീ എന്നോട് വരണം. നീ അതെ അമ്മ വന്നില്ലെങ്കിൽ നീ എന്നോട് വരണം, ഞാൻ നിന്നെ കൊണ്ടുപോകും. എടാ, ഞാൻ ക്ഷമിച്ചെന്ന് പറഞ്ഞില്ല, പിന്നെ നീ എന്തിനു ക്ഷമിക്കേണ്ടത്? എനിക്ക് ക്ഷമയുണ്ട്, എനിക്ക് ഒരുപാട് ക്ഷമയുണ്ട്. എന്റെ ഒരുപാട് ക്ഷമയുള്ളതുകൊണ്ട് ഞാൻ നല്ലപോലെ ക്ഷമിച്ചിരിക്കുന്നു. പരാതിയില്ല. അപ്പൊ നിർത്തി, ഇതോടെ കഴിഞ്ഞു. പിന്നെ നീ എന്നെ ശാരീരികമായിട്ട് തകർത്ത്, നീ എന്നെ മാനസികമായിട്ടും കൂടെ തകർത്തല്ലേ. ക്ഷമിച്ചു കേട്ടാ, പരാതിയില്ല. ഞാൻ ഒന്ന് കിടന്നോട്ട് പോയി. നീ